ബ്രോ, യെസ് ബ്രോ, പറയാം. നമ്മുടെ ഭൂതായനം പ്രൊജക്റ്റ് ഇല്ലേ? ഭൂതായനം അത് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരാമോ? എന്താണ് ഭൂതായനം പ്രോജക്റ്റ്? വിശ്വാസങ്ങളെല്ലാം സത്യമല്ല എന്നാണ് അതിൻ്റെ ടാഗ് ലൈൻ. നമ്മൾ ഈ പ്രേതങ്ങളും ഭൂതങ്ങളും ഉണ്ട് എന്ന് പറയപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് നമ്മളൊരു യാത്ര പോവുകയാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇത്തരം സ്ഥലങ്ങളിൽ പോയിട്ടുള്ള മിക്ക ആൾക്കാരും ഒന്നിൽ കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ ദുർമരണപ്പെടുകയോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകൾക്ക് ഇരയായി തീരുകയോ ചെയ്തിട്ടുണ്ട്. അത് ഈ പാരനോർമൽ ഇൻവെസ്റ്റിഗേറ്റേഴ്സിനാണ് കൂടുതലും സംഭവിച്ചിട്ടുള്ളത്. ഈ സ്ഥലത്തേക്കാണ് നമ്മൾ ഈ ഭൂതായനത്തിലൂടെ സഞ്ചരിക്കാൻ പോകുന്നത്. ബ്രോ, ഒരു സംശയം കൂടി. നമുക്ക് ഇപ്പോൾ കുറേ സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്, ഫോളോവേഴ്സ് ഉണ്ട്, കമൻസ് ഇടുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. ഇങ്ങനെ ഇത് വരാനും താല്പര്യമുള്ള ആൾക്കാർ ഒരുപാടുണ്ട്. അവരിനെ കൂടി നമുക്ക് ഇതിലേക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റും. ഇതിനകത്ത് ഈ ഭൂതായനത്തിനകത്ത് നമ്മൾ നമ്മുടെ ഓഡിയൻസിനെ കൂടി പങ്കെടുപ്പിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്കൊക്കെ പങ്കെടുക്കാം. ഇത് നിങ്ങൾ ചെയ്യേണ്ട ഒറ്റ കാര്യം മാത്രം, ഞങ്ങളുടെ ഇൻസ്റ്റാഗ്രാം പേജും ഞങ്ങളുടെ യൂട്യൂബ് പേജും അതിൻ്റെ ലിങ്ക് അവിടെ കൊടുത്തിട്ടുണ്ട്, അത് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഇനി നിങ്ങൾക്ക് താല്പര്യമുള്ള ആൾക്കാരെ അറിയുന്നുണ്ടെങ്കിലും നിങ്ങളിത് ഷെയർ ചെയ്യുക. മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് അറിയാവുന്ന 3-4 പേരിലേക്ക് ഇത് ഷെയർ ചെയ്തിട്ട് ഞങ്ങൾക്ക് DM ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങൾക്ക് ഏപ്രിൽ മാസത്തിൽ ഒരു ട്രെയിനിങ് തരും. എങ്ങനെയാണ് ഈ പാരനോർമൽ ഇൻവെസ്റ്റിഗേഷൻ, നമ്മൾ ഏതെല്ലാം ഡിവൈസുകളാണ് യൂസ് ചെയ്യുന്നത്, ഇത് സൈക്കോളജിക്കൽ ഇഷ്യൂ ആണോ അതോ പാരനോർമൽ ഇഷ്യൂ ആണോ എന്നുള്ളത് നമ്മൾ അപ്പോഴെന്ത് ചെയ്യും, അവർക്ക് ട്രെയിനിങ് കൊടുക്കും. ഇതിന് നിങ്ങൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ പേജ് ഫോളോ ചെയ്യണം, ഞങ്ങളുടെ പേജ് ഷെയർ ചെയ്യണം. ഈ ഇപ്പോൾ കുറേ പേര് ധൈര്യമുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ, ധൈര്യമുള്ളവരാണല്ലോ ഇങ്ങനെയുള്ള പരിപാടിക്ക് വരുള്ളൂ. ഇങ്ങനെയൊക്കെ വന്ന് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാൽ, കാരണം എന്താ വെച്ചാൽ നമുക്കിത് അങ്ങനെ റിസ്ക് എടുത്ത് കൊണ്ടുപോകാൻ പറ്റുന്നൊരു പരിപാടിയല്ല. എന്തെങ്കിലും പറ്റിപ്പോയാൽ അതൊരു ബുദ്ധിമുട്ടാവുമോ? ഇതിൽ വരുന്നവർക്ക് മാത്രമല്ല, നമുക്ക് വേണമെങ്കിലും സംഭവിക്കാം. കാരണം നമ്മുടെ മനസ്സാണ് ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിൽ ഉണ്ടാകുന്ന ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ ഒരു ഭയം. ഇത് നമ്മളെ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ എന്തും നമ്മുടെ ലൈഫിൽ സംഭവിക്കാൻ കാരണമായി. മനസ്സിലായില്ലേ? അപ്പോൾ അഥവാ ഇനി നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ പേടിക്കേണ്ട, ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരാം. പിന്നെ ഗൗരവ് തിവാരിയുടെയും പല ഇൻവെസ്റ്റിഗേറ്റേഴ്സിൻ്റെയും പേര് വന്നേക്കുന്ന ഞങ്ങളുടെ മാഗസീനിലും ഞങ്ങളുടെ വെബ്സൈറ്റിലും നിങ്ങളുടെ ഫോട്ടോയും പേരും വരുന്നതായിരിക്കും.